computer networks. LAN, PAN, MAN, WAN and inter network. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പം പലപ്പോഴും നമ്മൾ ഒരു കമ്പ്യൂട്ടർ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു കമ്പ്യൂട്ടർ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാൻ കഴിയുകയില്ല. അതേസമയം ഇപ്പോഴത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പം ഒരു കമ്പ്യൂട്ടർ മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കും. അതും പല ടൈപ്പ് കമ്പ്യൂട്ടർ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആവാം, വയർലെസ് മൊബൈൽ പോലത്തെ വയർലെസ് ഡിവൈസ് ആവാം. അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മോഡം യൂസ് ചെയ്യാം, ഹബ്സ് അല്ലെങ്കിൽ സ്വിച്ചസ് യൂസ് ചെയ്യാം, വയർലെസ് റൂട്ടർ യൂസ് ചെയ്യാം. ഈ കണക്ഷനൊക്കെ കൂടെ ഇന്റർനെറ്റിലോട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഇതിനകത്ത് സാധാരണ കമ്പ്യൂട്ടർ വരും, സെർവർ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് വരും, പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പ്രിന്റേഴ്സ് വരും, ഇന്റർനെറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി മോഡം വരും, വയർലെസ് ഡിവൈസസ് വരും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. A computer network is a set of computers connected together for the purpose of sharing resources. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് കാണും. ഒന്നിൽ കൂടുതൽ മുതൽ അത് നെറ്റ്വർക്കിന്റെ വലിപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് കണക്ട് ചെയ്യുന്നത്? ഷെയർ ചെയ്യാൻ വേണ്ടി, റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടി, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസസ് ഷെയർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏറ്റവും പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടി ആണ്. The most common resource shared today is connection to the internet. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ആണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴത്തെ മോഡേൺ ലൈഫിൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ കഴിയത്തില്ല. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കോമൺ റിസോഴ്സ് ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിലോട്ടുള്ള ഒരു കണക്ഷനെ കാണാനായിട്ട് പറ്റും. അതർ ഷെയർഡ് റിസോഴ്സസ് can include a printer or a file server. ഇന്റർനെറ്റ് കൂടാതെ ഇവിടെ വേറെയും ഷെയർഡ് റിസോഴ്സസ് വരാം. അങ്ങനെ ഷെയർഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രിന്റർ ആവാം. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രിന്റർ കണക്ട് ചെയ്യണം. അതേസമയം അതേ റൂമിൽ വേറൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ഈ പ്രിന്ററുള്ള കമ്പ്യൂട്ടർ മറ്റേ കമ്പ്യൂട്ടറിൽ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ സെക്കൻഡ് കമ്പ്യൂട്ടറിന് പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ വേറൊരു പ്രിന്റർ യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം ഈ ആദ്യത്തെ കമ്പ്യൂട്ടറും രണ്ടാമത്തെ കമ്പ്യൂട്ടറും ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പ്യൂട്ടറിനും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ പ്രിന്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിന്റേഴ്സ് പോലത്തെ ഡിവൈസ് ഷെയർ ചെയ്യാനും, അതേപോലെ ഒരുപാട് ഫയൽസ് നമ്മൾ കോമൺ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഈ ഫയൽ സെർവേഴ്സ് ഒക്കെ ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാം. ദി ഇന്റർനെറ്റ് ഇറ്റ്സെൽഫ് ക്യാൻ ബി കൺസിഡർഡ് as a computer network. ഇന്റർനെറ്റ് എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഇപ്പോൾ ഇന്റർനെറ്റിലെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. പല ടൈപ്പിലുള്ള കമ്പ്യൂട്ടേഴ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് തന്നെ ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് സപ്പോർട്ട് an enormous number of applications and services such as
access to the World Wide Web, digital video, digital audio. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒരുപാട് ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ സർവീസസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ്, ഇന്റർനെറ്റിൽ നമ്മൾ പല വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യും. ആ വെബ്സൈറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് WWW അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് ബേസ്ഡ് പ്രോട്ടോകോൾസ് ബേസ്ഡ് ചെയ്താണ്. അപ്പോൾ ഏത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്കൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ആ വെബ്സൈറ്റ് ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർവീസസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യേണ്ടി വരും. അതേപോലെ ഡിജിറ്റൽ വീഡിയോ, ഡിജിറ്റൽ ഓഡിയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. It also facilitates the shared use of application and storage servers, printers and fax machine, and use of email and instant messaging applications as well as many others. ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സ് ഇത് കൂടാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു സമയത്ത് ഒരാൾ യൂസ് ചെയ്യുന്ന, പണ്ടൊക്കെ ഒരു സമയത്ത് ഒരാളെ യൂസ് ചെയ്യുള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ മോഡേൺ ഇന്റർനെറ്റ് ഏജിൽ ഒരു ആപ്ലിക്കേഷൻ ഒരേ സമയത്ത് പല ആൾക്കാർക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ സ്റ്റോറേജ് സെർവേഴ്സിൽ സ്റ്റോർ ചെയ്യുന്ന പല ടൈപ്പ് ഡാറ്റ നമുക്ക് ഷെയർ ചെയ്യാം. പ്രിന്റേഴ്സ് ഷെയർ ചെയ്യാം. ഫാക്സ് മെഷീൻസ് ഉണ്ടെങ്കിൽ ഫാക്സ് മെഷീൻസ് ഷെയർ ചെയ്യാം. പിന്നെ ഇമെയിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ഇമെയിൽ. ഒഫീഷ്യൽ പർപ്പസിന് ഉൾപ്പെടെ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനുമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമെയിൽ, അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമുക്കിപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. A computer network can be categorized by their size. സൈസ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. A computer network is mainly of 4 types. സാധാരണ 4 ടൈപ്സിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് PAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN, ഇന്റർ നെറ്റ്വർക്ക്. ഇതാണ് ആ 4 ടൈപ്സ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് PAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN, ഇന്റർ നെറ്റ്വർക്ക്. അടുത്തത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN. Local area network is a group of computers connected to each other in a small area such as building or office. Local area network എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. പക്ഷെ ആ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്മോൾ ഏരിയ, സാധാരണ നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ 1 കിലോമീറ്ററോ അതിന് താഴെയോ ഉള്ള ഒരു സ്മോൾ ഏരിയയിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ LAN ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്മോൾ ഏരിയക്കകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിനകത്തോ ഒരു ഓഫീസിനകത്തോ ഒതുങ്ങി നിൽക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയിട്ട് പറയാം. LAN is used for connecting 2 or more personal computers through a communication medium such as twisted pair, coaxial cable, etc. അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ LAN യൂസ് ചെയ്ത് നമുക്ക് 2 അതിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സോ നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യാം. ഇതില് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കറിയാം മൈക്രോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിചാരിച്ചുകൊണ്ട് പേഴ്സണൽ ആവശ്യത്തിന് മാത്രം ഒന്ന് വിചാരിക്കല്ല, ഒഫീഷ്യൽ പർപ്പസിനാണ് ഇന്ന് LAN ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ രണ്ടോ അതിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്യും. ഇവിടെ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ആ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ വയർ ആകാം, കോയാക്സിയൽ കേബിൾ ആവാം, ഇപ്പോൾ ഫൈബർ ഓപ്റ്റിക് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കമ്മ്യൂണിക്കേഷൻ മീഡിയവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സോ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് ഒരു സ്മോൾ ഏരിയക്കകത്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സെറ്റപ്പിനെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. It is less costly as it is built with inexpensive hardware such as hubs, network adapters and Ethernet cables. അപ്പോൾ പല നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ സാധാരണ ഇതിൽ ലാൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചെലവ് കുറവാണ്. കാരണം അതിനകത്ത് അധികം എക്സ്പെൻസ് ഇല്ലാത്ത ഹാർഡ്വെയർ പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹബ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഈതർനെറ്റ് കേബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നോക്കാം. അപ്പൊ ഹബ്സ് ഉണ്ട്, നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് ഉണ്ട്, ഇന്റർനെറ്റ് കേബിൾസ് ഉണ്ട്. ഇതെല്ലാം താരതമ്യേന വില കുറവുള്ള സാധനങ്ങളാണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ലാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അധിക എക്സ്പെൻസിന്റെ ആവശ്യമൊന്നും ഇല്ല. The data is transferred at an extremely faster rate in local area network. ഇങ്ങനെ നമ്മൾ രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സോ ഈ ലാൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിയുമ്പം അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെയുള്ള ഡേറ്റ ട്രാൻസ്ഫറിന്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ലാനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് ഇപ്പോൾ ഹൈ സ്പീഡിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് ഹയർ സെക്യൂരിറ്റി. അതുകൂടാതെ ലാനിന്റെ വേറൊരു അഡ്വാൻറ്റേജ് സെക്യൂരിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ഇപ്പോഴത്തെ പല സെക്യൂരിറ്റി ഫീച്ചറും വെച്ച് ഇല്ലീഗലായിട്ട് ഒരാള് ലാൻഡിൽ കയറി ഹാക്ക് ചെയ്യാനൊക്കെയുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി ലെവലിൽ നോക്കിയാലും അതിന്റെ സെക്യൂരിറ്റി ലെവല് കൂടുതലാണ്. അടുത്തത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ. Personal area network is a network arranged within an individual person, typically within a range of 10 meters. Personal area network. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്ക്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സണും ആയിട്ട് ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ നെറ്റ്വർക്ക്. അപ്പോൾ സാധാരണ അതിന്റെ റേഞ്ച് 10 മീറ്ററോ അതിനുള്ളിലോ ആയിരിക്കും. ഇപ്പോൾ ഒരു ആളുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്കാണ്. അതിന് നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയാം. അതിന്റെ താരതമ്യേന അതിന്റെ റേഞ്ച് 10 മീറ്ററിന് ഉള്ളിലായിരിക്കും. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് ദി കമ്പ്യൂട്ടർ ഡിവൈസസ് ഓഫ് പേഴ്സണൽ യൂസ്. അതിന്റെ പേരിൽ തന്നെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പേഴ്സൺസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒഫീഷ്യൽ യൂസിനേക്കാളും ഉപരി ഇവിടെ പേഴ്സണൽ യൂസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. Personal computer devices that are used to develop the personal area network are the laptop, mobile phones, media player and PlayStation. ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ആവാം, മൊബൈൽ ഫോൺസ് ആവാം, മീഡിയ പ്ലെയർ ആവാം, പ്ലേ സ്റ്റേഷൻസ് ആവാം. അപ്പം പലപ്പോഴും ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഒഫീഷ്യൽ ജോബ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്റർടൈൻമെന്റ് പർപ്പസിനാണ്. അപ്പോൾ അയാളുടെ തികച്ചും പേഴ്സണൽ ആവശ്യത്തിന് ഉള്ള യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെ നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് ക്ലാസിഫൈ ചെയ്യാം. 2 types of personal area networks: wired personal area network and wireless personal area network. ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് 2 ടൈപ്പ് ഉണ്ട്. വയേർഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കും ഉണ്ട്, വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കും ഉണ്ട്. വയേർഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. Wired personal area network is connected by using wires or USB.
ഈ ഡിവൈസസ്, ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉൾപ്പെടുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നാലും മൊബൈൽസ് ആയിരുന്നാലും മീഡിയ പ്ലെയേഴ്സ് ആയാലും അതൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം. ഈ വയേർഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ ആ മീഡിയം എന്ന് പറയുന്നത് വയേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളെ USB പോലത്തെ ഡിവൈസസും ആവാം. അപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മീഡിയം വെച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിവൈസ്, ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനകത്തുള്ള ഒരു ഡിവൈസ് വേറൊരു ഡിവൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് വയേഴ്സോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് USB ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വയേർഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. Wireless personal area network is developed by simply using wireless technologies such as Wi-Fi, Bluetooth. Wireless എന്ന് പറഞ്ഞാൽ ഇവിടെയും ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. വയേർഡില് ആ കണക്ടിവിറ്റി ഒരു ഫിസിക്കൽ വയറോ അല്ലെങ്കിൽ USB വെച്ചായിരിക്കും. പക്ഷെ വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ ആ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വയർലെസ് ടെക്നോളജി വെച്ചാണ്. വെച്ചാൽ വൈഫൈ ആവാം, അവിടെ ബ്ലൂടൂത്ത് ഒക്കെ ആവാം. അപ്പോൾ ഒരു ഫിസിക്കൽ കണക്ടിവിറ്റി ഇല്ലാതെ നോൺ ഫിസിക്കൽ ആയിട്ടാണ് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അതേസമയം ഒരു ഫിസിക്കൽ ഡിവൈസ് യൂസ് ചെയ്താണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് വയേർഡ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. Examples of personal area network. Body area network. Body area network is a network that moves with a person. ഒരു ആള് മൂവ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരാള് ഏതാണ്ട് 10 മീറ്റർ വരെ റേഞ്ചിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ബോഡി ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ആള് മൂവ് ചെയ്യുമ്പം ഏതാള് കേന്ദ്രീകരിച്ചാണോ ഈ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉള്ളത്, ആ ആള് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യുമ്പം അതേപോലെ തന്നെ അയാളുടെ ഈ ബോഡി ഏരിയ നെറ്റ്വർക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഒരു പേഴ്സൺ മൂവ് ചെയ്യുമ്പം അയാളോടൊപ്പം മൂവ് ചെയ്യുന്ന ടൈപ്പ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ബോഡി ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ മൊബൈൽ നെറ്റ്വർക്ക് മൂവ്സ് വിത്ത് എ പേഴ്സൺ. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾ ആ കോള്, നിങ്ങൾ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോകുമ്പം നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഒരിക്കലും കോള് കട്ടാവുന്നില്ല. കാരണം നിങ്ങൾ മൂവ് ചെയ്യുമ്പം നിങ്ങളോടൊപ്പം തന്നെ ഏത് മൂവ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു പേഴ്സണെ നമുക്കിവിടെ ബോഡി ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത പേഴ്സണൽ നെറ്റ്വർക്കിന്റെ അടുത്ത ടൈപ്പാണ് ഓഫ്ലൈൻ നെറ്റ്വർക്ക്. ആൻഡ് ഓഫ്ലൈൻ നെറ്റ്വർക്ക് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻസൈഡ് ദി ഹോം, സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഹോം നെറ്റ്വർക്ക്. ഒരു വീട്ടിനകത്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഓഫ്ലൈൻ നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഒരു വീട്ടിനകത്ത്, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഹോം നെറ്റ്വർക്ക് എന്ന് പറയും. A home network is designed to integrate the devices such as printer, computer, television, but they are not connected to the internet. അപ്പോൾ ഈ ഡിവൈസസ് തികച്ചും നമ്മുടെ വീട്ടിനുള്ളിൽ മാത്രമേ അതിന്റെ കണക്ടിവിറ്റി പ്രാവർത്തികമാവുന്നുള്ളൂ. അപ്പം അങ്ങനെ പ്രിന്റേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാം, കമ്പ്യൂട്ടർ നമുക്ക് കണക്ട് ചെയ്യാം, ടെലിവിഷൻ നമ്മൾ കണക്ട് ചെയ്യാം. പക്ഷെ ഇത് തികച്ചും ഒരു പാൻ കാറ്റഗറി വരണമെങ്കിൽ, ഓഫ്ലൈൻ നെറ്റ്വർക്ക് പാനിന്റെ ഒരു ടൈപ്പായ ഓഫ്ലൈൻ നെറ്റ്വർക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത പേഴ്സണൽ നെറ്റ്വർക്കിന്റെ അടുത്ത ടൈപ്പാണ് സ്മോൾ ഹോം ഓഫീസ്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് എ വെറൈറ്റി ഓഫ് ഡിവൈസസ് ടു ദി ഇന്റർനെറ്റ് ആൻഡ് ടു കോർപ്പറേറ്റ് നെറ്റ്വർക്ക് യൂസിങ് എ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ VPN. അപ്പോൾ ഓഫ്ലൈൻ നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റായിട്ട് ലിങ്ക് ചെയ്യില്ല. പക്ഷെ വീട്ടിൽ വെച്ച് ഒരു ഓഫീസ് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പലപ്പോഴും നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ പല ഡിവൈസ് നമ്മൾ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യേണ്ടി പറ്റും.
പക്ഷെ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ VPN എന്ന് പറയുന്ന വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ടെക്നോളജി യൂസ് ചെയ്ത് ഒരു ഹോം ഓഫീസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതിനെയും നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിന്റെ കാറ്റഗറിയിൽ എടുക്കാം. അടുത്ത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാൻ. A metropolitan area network is a network that covers a larger geographical area by interconnecting a different LAN to form a larger network. LAN എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ചെറിയ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നതാണ് LAN. ആ LANനേക്കാളും കുറച്ചും കൂടെ ഏരിയ കൂടുതൽ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഈ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു മാനിനകത്ത് അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിനകത്ത് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ലാൻസ് വരാം. അപ്പം ഒന്നിൽ കൂടുതൽ ലാൻസ് ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കവറേജ് ഏരിയ കൂടും. ലാനിനേക്കാളും ഒരു സാധാരണ ലാൻ കാറ്റഗറി പെടുന്നതിനേക്കാളും കൂടും. അതിനെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ലാനിനേക്കാളും കൂടുതൽ ലാർജർ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് മാൻ. In man, various LANs are connected to each other. അപ്പം ടിപ്പിക്കലി നമുക്കൊരു മാൻ ഫോം ചെയ്യുന്നതന്നെ അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതന്നെ പല ലാൻസ് കൂട്ടിച്ചേർന്നാണെന്ന് പറയാം. ഇറ്റ് ഹാസ് എ ഹയർ റേഞ്ച് ദാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ റേഞ്ചും കൂടുതലായിരിക്കണം. കാരണം ജോഗ്രഫിക്കൽ ഏരിയ കൂടിയോണ്ട് മാത്രമായില്ല, അവിടെ കണക്ടിവിറ്റി കിട്ടണം. കണക്ടിവിറ്റി കിട്ടണമെങ്കിൽ റേഞ്ച് കൂടുതലായിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ലാനിനേക്കാളും കൂടുതൽ റേഞ്ച് ഒരു മാൻ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് കാണും. യൂസസ് ഓഫ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ നെറ്റ്വർക്കിന്റെ യൂസസ്. മാൻ ഈസ് യൂസ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബാങ്ക്സ് ഇൻ എ സിറ്റി. ഇപ്പൊ ഒരു സിറ്റിക്കകത്ത് ഉള്ള ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഉള്ള ഡിഫറെന്റ് ബ്രാഞ്ചസ് എടുത്താൽ ആ ബ്രാഞ്ച് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മാൻ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ കോളേജ് വിത്തിൻ എ സിറ്റി വിച്ച് ഈസ് ഹാവിംഗ് എ ഹ്യൂജ് ക്യാമ്പസ്. ഒരു ഹ്യൂജ് ക്യാമ്പസ് ഉള്ള കോളേജിന്റെ എക്സാമ്പിൾ എടുത്താലും അവിടെ ആ ഹ്യൂജ് ക്യാമ്പസ് ഹ്യൂജ് ക്യാമ്പസിനകത്ത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട പല ഡിപ്പാർട്ട്മെന്റ്സും ആയിരിക്കും. പല ഡിപ്പാർട്ട്മെന്റും പല ബിൽഡിങ്ങിലായിരിക്കും. ആ ബിൽഡിങ്സ് ക്യാമ്പസിനകത്ത് പല സ്ഥലത്തായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അടുത്ത വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. A wide area network is a network that extends over a large geographical area, such as states or countries. അപ്പോൾ ഏറ്റവും കുറവ് ജോഗ്രഫിക്കൽ ഏരിയ നമുക്ക് വേണമെങ്കിൽ പാൻ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ ലാൻ, അത് കഴിഞ്ഞാൽ മാൻ, അത് കഴിഞ്ഞാൽ വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ. അത് സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ കൺട്രീസോ, ഈവൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഗ്ലോബൽ സ്പേസ് കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈവൻ ഔട്ട്സൈഡ് ദി എർത്ത് പോലും ഈ വാൻ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു അപ്പർ ലിമിറ്റ് ഇല്ല. എത്ര ഡിസ്റ്റൻസ് വേണോ ഈ വാൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എ വൈഡ് ഏരിയ നെറ്റ്വർക്ക് that extends over a large geographical area such as states or countries. അതിനെ നമുക്ക് wide area network എന്ന് പറയാം. A wide area network is quite bigger network than man. ലാനിനേക്കാളും വലുതായിരുന്നു മാൻ, മാനിനേക്കാളും വലുതാണ് വാൻ. A wide area network is not limited to a single location, but it spans over a large geographical area through a telephone line, fiber optic cable or satellite links. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ അത് ടെലിഫോൺ ലൈൻസ് വഴി നമ്മൾ കണക്ട് ചെയ്യാം, ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴി. ഇപ്പൊ പല കോണ്ടിനെന്റ്സും തമ്മിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനും പസഫിക് ഓഷനും ഒക്കെ അടിയിൽ കൂടെ ഫൈബർ ഓപ്റ്റിക് കേബിൾ വെച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് സാറ്റലൈറ്റ് ലിങ്ക്സും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു സിംഗിൾ ലൊക്കേഷനിൽ മാത്രം ലിമിറ്റ് ചെയ്യാതെ ഇറ്റ് സ്പാൻസ് ഓവർ എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ടെലിഫോൺ ലൈൻസ് വഴിയോ
അല്ലെങ്കിൽ ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴിയോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്ക്സ് വഴിയോ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട്. ദി ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് വാൻ ഇൻ ദി വേൾഡ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും ബിഗസ്റ്റ് വാൻ ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് വാൻ ഇൻ ദി വേൾഡ്. A wide area network is widely used in the field of business, government and education. Wide area network business purpose വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ 3 ഫീൽഡ്സ് മാത്രമല്ല, വേറെ ഒരുപാട് ഫീൽഡ്സിൽ നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നു. അടുത്തത് ഇന്റർ നെറ്റ്വർക്ക്. ഇന്റർ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർ നെറ്റ്വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് 2 or more computer network, LAN or WAN, or computer network segments are connected using devices and they are configured by a local addressing scheme. Inter network, network of networks എന്ന് വേണമെങ്കിൽ പറയാം ഇന്റർ നെറ്റ്വർക്ക്. അപ്പം 2 or അതിൽ കൂടുതലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അത് LAN ആവാം, WAN ആവാം, ഈവൻ മാനും ആവാം, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന നമ്മളതിനെ ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയും. പക്ഷെ അവിടെ കൂടുതൽ നമ്മൾ ലോക്കൽ അഡ്രസ്സിംഗ് സ്കീം ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ലാൻസോ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിയെ നമുക്ക് ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയാം. ദിസ് പ്രോസസ് നോൺ ആസ് ഇന്റർ നെറ്റ്വർക്ക്. അപ്പൊ ഒന്നിൽ കൂടുതൽ ലാൻഡിന് തമ്മിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ആ ടെക്നോളജിയാണ് നമ്മൾ ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ പബ്ലിക്, പ്രൈവറ്റ്, കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ഓർ ഗവൺമെന്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ഇന്റർ നെറ്റ്വർക്ക്. അപ്പോൾ പബ്ലിക് ആയിട്ടുള്ളതും പ്രൈവറ്റ് ആയിട്ടുള്ളതും കൊമേഴ്സ്യൽ ആയിട്ടുള്ളതും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതും ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഈ ടൈപ്പ് നെറ്റ്വർക്ക്സ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന. പക്ഷെ ഇന്റർ നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്താൽ അതിനെ നമുക്ക് ഇന്റർ നെറ്റ്വർക്ക് എന്ന് പറയാം. ആൻഡ് ഇന്റർ നെറ്റ്വർക്കിംഗ് യൂസസ് ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. കൂടുതലും ഇന്റർ നെറ്റ്വർക്കിംഗ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. ദി റെഫറൻസ് മോഡൽ യൂസ്ഡ് ഫോർ ഇന്റർ നെറ്റ്വർക്കിംഗ് ഈസ് ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ, OSI. നെറ്റ്വർക്കിംഗ് ടെക്നോളജിയിൽ ഇന്ന് നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ടെക്നോളജിയാണ് OSI, ISO OSI മോഡൽ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ. ഈ ഒരു റെഫറൻസ് മോഡലാണ് ഇന്റർ നെറ്റ്വർക്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. എക്സ്ട്രാനെറ്റ്. ആദ്യത്തെയാണ് എക്സ്ട്രാനെറ്റ്, അടുത്തത് ഇന്റർനെറ്റ് ആണ്. ആദ്യം എക്സ്ട്രാനെറ്റ്. ആൻഡ് എക്സ്ട്രാനെറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ദി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സച്ച് ആസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് TCP/IP എന്ന് പറയും. അതിന് TCP എന്നുള്ളത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, IP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ ഈ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈപ്പ് ഓഫ് ഇന്റർ നെറ്റ്വർക്ക് ആണ്. അത് ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും ഇന്റർനെറ്റ് പ്രോട്ടോകോളും യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഫർമേഷൻ ഷെയറിംഗ്. ഇൻഫർമേഷൻ ഷെയറിങ്ങിനാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ആണ്. ദി ആക്സസ് ടു ദി എക്സ്ട്രാനെറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓൺലി ദോസ് യൂസേഴ്സ് ഹു ഹാവ് ലോഗിൻ ക്രെഡൻഷ്യൽസ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ വെറുതെ നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് കയറുന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ അക്കൗണ്ട് വേണം. ഒരു യൂസർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ലോഗിനും പാസ്വേഡും ഒക്കെ വേണം. അങ്ങനെ ലോഗിനും പാസ്വേഡും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സ്ട്രാനെറ്റിലോട്ട് കയറാനായിട്ട് പറ്റും. അപ്പം അതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അത് എല്ലാവർക്കും പബ്ലിക്കില് അങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ അല്ല. നമുക്ക് ഒരു യൂസർ അക്കൗണ്ട് വേണം. ആ യൂസർ അക്കൗണ്ടിൽ കൂടെ മാത്രമേ നമുക്ക് ഈ എക്സ്ട്രാനെറ്റിലോട്ട് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ.
ആൻഡ് എക്സ്ട്രാനെറ്റ് ഈസ് ദി ലോവസ്റ്റ് ലെവൽ ഓഫ് ഇന്റർ നെറ്റ്വർക്ക്. ഒരു ഇന്റർ നെറ്റ്വർക്കിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷനായിട്ട് നമുക്ക് എക്സ്ട്രാനെറ്റിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം an extranet is the lowest level of inter networking. It can be categorized as MAN, WAN or other computer networks. ഇതിനെയും നമുക്ക് മാൻ ആയിട്ടോ, അപ്പം ഈ ഇന്റർ നെറ്റ്വർക്കിനെ തന്നെ നമുക്ക് മാൻ ആയിട്ടോ വാൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ടോ പറയാം. ഇത്രയേ ഉള്ളൂ, അതിനകത്ത് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക്സ് വരണം. അത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യണം, ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഈ ഉള്ള കണ്ടീഷനൊക്കെ വരുന്നതിന് നമുക്ക് എക്സ്ട്രാനെറ്റ് എന്ന് പറയാം. ആൻഡ് എക്സ്ട്രാനെറ്റ് കനോട്ട് ഹാവ് എ സിംഗിൾ ലാൻ, അറ്റ്ലീസ്റ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് ഓൺ കണക്ഷൻ ടു എക്സ്റ്റേണൽ നെറ്റ്വർക്ക്. അപ്പം എക്സ്ട്രാനെറ്റ് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലാനിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല, അതിന് അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ആയിട്ടെങ്കിലും കണക്ഷൻ വേണം. ഒരു എക്സ്റ്റേണൽ നെറ്റ്വർക്ക് ആയിട്ടെങ്കിലും ഈ എക്സ്ട്രാനെറ്റിന് കണക്ഷൻ വേണം. ഇന്റർ നെറ്റ്വർക്കിന്റെ അടുത്ത ടൈപ്പാണ് ഇൻട്രാനെറ്റ്. ആൻഡ് ഇൻട്രാനെറ്റ് ബിലോങ്സ് ടു an organization which is only accessible by the organization's employee or members. ഒരു ഓർഗനൈസേഷന് അകത്ത് നിന്ന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇന്റർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ മെമ്പേഴ്സിന് മാത്രമേ ആ ഇൻട്രാനെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And intranet is a private network based on the internet protocols as transmission control protocol and internet protocol. അപ്പോൾ ഇവിടെയും നമ്മൾ എക്സ്ട്രാനെറ്റ് പോലെ ഇവിടെയും ഇന്റർനെറ്റിന്റെ ആ ബേസിക് രണ്ട് മെയിൻ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതൽ പ്രൈവറ്റ് ബേസ്ഡ് ആണ്. ഒരു ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ അല്ലെങ്കിൽ എംപ്ലോയീസിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. The main aim of the intranet is to share the information and resources among the organization employees. ഓർഗനൈസേഷൻ എംപ്ലോയീസ് തമ്മിൽ ഇൻഫർമേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇൻട്രാനെറ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തികച്ചും ഒരു ഓർഗനൈസേഷന് അകത്ത് മാത്രം ആക്സസിബിലിറ്റി ഉള്ള ഒരു ടൈപ്പ് ഇന്റർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. And intranet provides the facility to work in groups and for teleconferences. അപ്പോൾ ഒരു ഓഫീസിനകത്തുള്ള സ്റ്റാഫിന് പലപ്പോഴും പല ആവശ്യത്തിനും വേണ്ടി ഗ്രൂപ്പ് ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ടെലി കോൺഫറൻസസ് ഉൾപ്പെടെയൊക്കെ കണ്ടക്ട് ചെയ്യാനും നമുക്ക് ഇൻട്രാനെറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ടെലി കോൺഫറൻസ് പർപ്പസിനും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.